ധന്യ, ഈ ആറന്മുള വള്ളസദ്യ അത് ചരിത്ര പ്രധാനമാണ്. ലോകത്തെമ്പാടും വളരെ പ്രസിദ്ധമായ ഒരു സംഗതിയാണ്. ഭഗവാന് നേദിക്കുക, ഭഗവാനെ സദ്യ കൂട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കല്പം. അപ്പോൾ ഭഗവാനെ നേരിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭഗവാന്റെ സ്വരൂപമായി കരുതുന്ന വള്ളങ്ങളിൽ തുഴഞ്ഞെത്തുന്നവർക്ക് സദ്യ കൊടുക്കുക. അതാണ് ഈ വള്ളസദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഭക്തി പരമായിട്ട് ആരെങ്കിലുമൊക്കെ വഴിപാടായിട്ടാണ് സാധാരണ കൊടുക്കുക. വള്ളസദ്യ സമർപ്പിക്കുക ചെയ്യുക. അപ്പോൾ അത് അതിൻ്റെതായ ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട്, ഭക്തി മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് എന്നാണ് അതിൻ്റെ ശാസ്ത്രവിധി. ഈ പള്ളിയോടത്തിൽ കയറുന്നതിന് പോലും ചില നിഷ്കർഷകളൊക്കെ ഉണ്ട്. വ്രതം നോറ്റവർക്ക് മാത്രമേ അതിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അത്രയ്ക്ക് കർശനമായി നടത്തപ്പെടുന്ന അല്ലെങ്കിൽ അത്തരം ചില ചിട്ടവട്ടങ്ങളുള്ള വള്ളസദ്യയിൽ അതിൻ്റെ നിഷ്കർഷകൾ പാലിക്കാൻ ദേവസ്വം വകുപ്പ് മന്ത്രി തയ്യാറായില്ല. അത് ഗുരുതരമായ പ്രശ്നമാണ്. കൂടെ കൃഷി വകുപ്പ് മന്ത്രിയും, അതായത് ഈ വള്ളം തുഴഞ്ഞെത്തുന്നവർക്ക് സദ്യ വിളമ്പുന്നതിന് മുമ്പ് ഈ രണ്ട് വിദ്വാൻമാരും സദ്യ കഴിച്ചു പോയി. അപ്പോൾ ഇവർ കഴിച്ചതിൻ്റെ എച്ചിലാണ് സത്യം പറഞ്ഞാൽ ഭഗവാനെ നേദിച്ചത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗുരുതരമായ സംഗതിയാണ്. എന്താണ് സംഭവം? ശരിയാണ്. CPM പൊതുവെ ആചാര ലംഘനം അവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ആചാരങ്ങൾ ലംഘിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ കാര്യമായിട്ടാണ് അവർ കാണുന്നത്. ശബരിമലയിലൊക്കെ നമ്മൾ ആചാര ലംഘനം നടത്തുന്നതൊക്കെ കണ്ടു. കോടതി വിധിയുടെ പേര് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ ശബരിമലയ്ക്കകത്തേക്ക് കയറ്റുന്നതും, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ യുവതികളായ സ്ത്രീകളെ ശബരിമലയ്ക്കകത്ത് കയറ്റാൻ വേണ്ടിയിട്ട് വനിതാ മതിൽ കെട്ടുന്നതും, സമത്വം ഉണ്ടാകണമെങ്കിൽ യുവതികൾ ശബരിമലയിലേക്ക് കയറണം, അതാണ് ഈ സർക്കാരിന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞിരുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമമൊക്കെ ഉണ്ടാക്കാനായി കിടന്ന് ബുദ്ധിമുട്ടുന്നവരാണ്. അതായത് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുന്ന ചില പ്രയത്നങ്ങളായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും. പലപ്പോഴും ഈ ഹിന്ദുക്കളുടെ ആചാരങ്ങൾ ലംഘിച്ചാൽ ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളൊരു ധാരണ പൊതുവെ ഇപ്പോഴത്തെ ഈ പിണറായി സർക്കാരിനുണ്ട്. ആദ്യത്തെ പിണറായി സർക്കാരിനുണ്ട്, രണ്ടാമത്തെ പിണറായി സർക്കാരിനുണ്ട്. പല അമ്പലങ്ങളിലും ഈ ഗാനമേള വയ്ക്കുമ്പോൾ CPM ഗാനങ്ങൾ ആലപിക്കുക, CPM പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തുക അമ്പലങ്ങളിൽ. അങ്ങനെ ഗണഗീതവും പാടുന്നുണ്ട് പല അമ്പലങ്ങളും. ഗണഗീതവും പാടുന്നുണ്ട്. ഞാന് പിന്നെ ഈ CPM ഇതായതുകൊണ്ട് പറയുന്നതാണ്. ചില അമ്പലങ്ങളിൽ RSS ആയിരിക്കും അവരുടെ എന്താ പറയുക, ആ കമ്മിറ്റിയുടെ അംഗങ്ങൾ RSSകാരായിരിക്കും. അതുകൊണ്ട് ചിലപ്പോ രണഗീതങ്ങൾ പാടും. ഇവിടെ കമ്മിറ്റി അംഗങ്ങൾ പോലും അല്ലാതിരുന്നിട്ട് പോലും പല അമ്പലങ്ങളിലും CPM അത്തരത്തിൽ ചില പാട്ടുകൾ പാടുന്നുണ്ട്. ഈ പുഷ്പനെ അറിയാമോ എന്നൊക്കെയുള്ള പാട്ട്, പുഷ്പനെ ഒന്നും തിരിഞ്ഞു നോക്കാത്ത CPMകാരാണ് ഈ ഗാനമേളയ്ക്ക് ഈ പാട്ടൊക്കെ കൊണ്ടുവന്ന് കയ്യടി നേടുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്ന് പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വലിയ ആചാര ലംഘനങ്ങളൊക്കെ ഇവർ നടത്തുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ നടത്തുമ്പോഴാണ് ഈ പത്തനംതിട്ടയിലെ തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, അവിടെ അഷ്ടമി രോഹിണിയുമായി ബന്ധപ്പെട്ട് വള്ളസദ്യ നടക്കുകയാണ്. വള്ളസദ്യയിൽ ഈ ഉച്ചയ്ക്ക് ഭഗവാന്റെ സ്വരൂപത്തിൽ ഉച്ചയ്ക്ക് നിവേദ്യം നടത്തും. ആ നിവേദ്യം നടത്തിയതിനു ശേഷം മാത്രമേ അന്നദാനപ്പുരകൾ, അത് ഏത് അമ്പലത്തിലും അങ്ങനെയാണ്, അന്നദാനം കൊടുക്കുന്നതിന് മുൻപ് ആദ്യം ഭഗവാന് നിവേദിക്കും. ഭഗവാൻ കഴിച്ചതിന്റെ ബാക്കിയാണ് ഭക്തജനങ്ങൾ കഴിക്കുന്നത് എന്നുള്ളതാണ് ഒരു സങ്കല്പം. അതൊരു ഹിന്ദു ആചാരപ്രകാരമുള്ള ഒരു സങ്കല്പമാണ്. അതനുസരിച്ച് ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ നിവേദ്യം സമർപ്പിക്കും. ഭഗവാൻ അത് കഴിച്ചു എന്ന് കണ്ടു കഴിയുമ്പോൾ ഭക്തർക്ക് അന്നദാനം വിളമ്പും. അതാണ് ചെയ്യുന്നത്. ഇവിടെ ദേവസ്വം മന്ത്രി വാസവനും കൃഷി മന്ത്രി പ്രസാദും വന്നപ്പോ ഭഗവാന് അവർക്ക് പോകാൻ തിരക്കുണ്ട്, വേറെ എന്തൊക്കെയോ അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഭഗവാൻ ആഹാരം കൊടുക്കുന്നത് വരെ കാത്തിരിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല, ആദ്യം ഞങ്ങൾക്ക്, പിന്നെ മതി ഭഗവാന് എന്നായിരുന്നു നേതാക്കളുടെ വാദം. അങ്ങനെ ദേവസ്വം മന്ത്രി കൂടി ആയതുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് മറ്റൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ അവർ ഭഗവാന് കൊടുക്കുന്നതിന് മുൻപ് ദേവസ്വം മന്ത്രിക്കും കൃഷി മന്ത്രിക്കും ആഹാരം വിളമ്പി. ഇവർ കഴിച്ചതിന്റെ ഉച്ഛിഷ്ടമാണ് പിന്നീട് ഭഗവാന് നേദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഭക്തർ മുഴുവൻ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോ മന്ത്രിമാർ ആദ്യം കഴിച്ചാൽ എന്താണ് പ്രശ്നം? ഇപ്പൊ ഭഗവാൻ കഴിച്ചതിന്റെ മിച്ചമല്ലേ ഭക്തർ കഴിക്കുന്നത്, അപ്പൊ പ്രശ്നമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില നിരീശ്വരവാദികൾ രംഗത്തെത്താൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ഓരോ വിശ്വാസത്തിന് പുറത്താണ്. വിശ്വസിക്കുന്നവർക്കത് വിശ്വാസമാണ്, അങ്ങനെ അല്ലാത്തവർക്ക് അത് അവിശ്വസിച്ച് അത് മുന്നോട്ട് പോകാം. ഇത് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ അവർ ആചാര ലംഘനമായും അത് വളരെ തെറ്റായും തന്നെയാണ് ഈ ആരാധിക്കുന്നവർ, ഭഗവാനെ ആ വിശ്വാസത്തിന് പുറത്ത് ആരാധിക്കുന്നവർ കാണുന്നത് അങ്ങനെയാണ്. അതായത്
ഭഗവാന്റെ പിറന്നാൾ സദ്യയാണ്. അഷ്ടമി രോഹിണി ദിനത്തിൽ നൽകുന്നത് ഭഗവാന്റെ പിറന്നാൾ സദ്യയാണ്. 52 കരയിലെ പള്ളിയോടക്കാർക്ക് പുറമെ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തർക്കും അന്ന് സദ്യ വിളമ്പും. 11:30 ഉച്ചപൂജ ക്രമീകരിക്കുന്നത്. ഉച്ചപൂജയ്ക്ക് ശേഷം കൊടിമര ചുവട്ടിൽ പ്രത്യേകം ക്രമീകരിച്ച സ്ഥലത്ത് ഭഗവാന് സദ്യ നിവേദിക്കും. ശേഷം 52 കരക്കാർക്കും ഭക്തർക്കും വിളമ്പും. ഇതാണ് നൂറ്റാണ്ടുകളായി പിന്തുടർന്നു വന്നിരുന്ന ചടങ്ങ്. ഇത്തവണ തിരക്കുണ്ടെന്ന് പറഞ്ഞ് 10 മണിക്ക് ക്ഷേത്രത്തിലെത്തിയ മന്ത്രി ചടങ്ങ് നേരത്തെയാക്കാൻ ആവശ്യപ്പെട്ടു. 10:30 മന്ത്രി കൊടിമര ചുവട്ടിലെത്തി വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയും 12 കരക്കാർക്കും സദ്യ വിളമ്പുകയും ചെയ്തു. ഉച്ചപൂജയ്ക്ക് മുൻപാണ് ഇതെല്ലാം നടന്നത്. ഉടൻ തന്നെ മന്ത്രി സംഘവും സദ്യ കഴിക്കുകയും സ്ഥലം വിടുകയും ചെയ്തു. CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം അടക്കമുള്ളവർ കൂടെ ഉണ്ടായിരുന്നു. പള്ളിയോടം സേവക സംഘ പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് ശ്രദ്ധക്കുറവുണ്ടായി എന്നാണ് ഭക്തരുടെ പ്രധാന വിമർശനം. ഹൈന്ദവ ആചാരങ്ങളെ ഖനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം മുൻപ് വി എൻ വാസവന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇത് അതിന്റെ തുടർച്ചയാണ് തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും കണ്ടത് എന്നാണ് ഭക്തർ പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് അവർ നിരീശ്വരവാദികളാണ്. കാരണം ഗുരുവായൂരപ്പന്റെ നടയിൽ ചെന്ന് നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത് ഇതാണോ ഗുരുവായൂരപ്പൻ എന്ന്. അദ്ദേഹം ഇതുവരെ ഗുരുവായൂരപ്പനെ കണ്ടിട്ടില്ല. അത് അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം ദൈവവിശ്വാസിയല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മകളും ഭാര്യയും ഒക്കെ വലിയ വിശ്വാസികളാണ്. അതുകൊണ്ടാണ് അവർ തമിഴ്നാട് തഞ്ചാവൂർ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതും അവിടെ വിശേഷ പൂജകൾ നടത്തിയതും ഒക്കെ വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ കാര്യങ്ങളാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വിശ്വാസമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലും ഉള്ളവർക്കൊക്കെ. അപ്പോ ഇത്തരത്തിൽ നേതാക്കന്മാർക്ക് വിശ്വാസമില്ലെങ്കിലും അവരുടെ വീട്ടിലുള്ളവർക്കൊക്കെ ദൈവങ്ങളിൽ ഭയങ്കര വിശ്വാസമാണ്. അവർ ആ വിശ്വാസത്തിനനുസരിച്ചാണ് പല പൂജകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. ഇവിടെയും ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഒരു വിശ്വാസമുണ്ട്. അഷ്ടമി രോഹിണി നാളിൽ ദൈവത്തിന്റെ ഭഗവാന്റെ ജന്മദിനമാണ്. ആ ജന്മദിന ദിവസം 11:30 ഉഷപൂജകൾ തുടങ്ങും. 11:30 പൂജകൾ തുടങ്ങി അതിനുശേഷം കൊടിമരത്തിന്റെ ചുവട്ടിൽ ഭഗവാന് നിവേദ്യം നൽകി അർപ്പിച്ച ശേഷം 52 കരക്കാർക്ക് സദ്യ വിളമ്പിയതിനു ശേഷം ഭക്തജനങ്ങൾക്കും സദ്യ നൽകും. ഇതാണ് കാലാകാലങ്ങളായി നൂറ്റാണ്ടുകളായി അവർ ആവർത്തിച്ചു വന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അതാണ് ആ ചടങ്ങിനെ CPM അവരുടേതാക്കി മാറ്റുന്നു എന്ന് പറയുമ്പോൾ ഹൈന്ദവ ആചാരങ്ങളിൽ അവർ കയറി ഇടപെടുന്നു, അത് അവരുടേതാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ സമയത്ത് മതി ഭഗവാന് നിവേദ്യം നൽകുന്നത്, ഞങ്ങളുടെ സമയത്ത് മതി ആചാരങ്ങൾ നടത്തുന്നത്, ഞങ്ങളുടെ സമയത്ത് മതി നട തുറക്കുന്നത്. അതായത് വെളുപ്പിന് 4:30 നിർമ്മാല്യം എന്ന് പറയുന്നത്. പല അമ്പലങ്ങളിലും ചിലപ്പോൾ സമയ വ്യത്യാസം ഉണ്ടാകും. ഈ 4:30 എന്ന് പറയുന്നത് മന്ത്രിമാർക്ക് ഇനി 3 മണിക്ക് നിർമ്മാല്യം തോന്നണമെന്ന് തോന്നിയാൽ 3 മണിക്ക് അവിടെ മേൽശാന്തി ഉണ്ടായിരിക്കണം, 3 മണിക്ക് അമ്പലം തുറക്കണം, 3 മണിക്ക് നിർമ്മാല്യം നടത്തിയിരിക്കണം. ഈ ഒരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇവിടെ ഇതിലെന്താ അസ്വാഭാവികത എന്ന് ചോദിച്ചാൽ സാധാരണക്കാർക്ക് ഇതിലൊരു അസ്വാഭാവികതയും ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ ഒരു പള്ളിയിൽ പോയിട്ട് അവരുടെ കുർബാന നടക്കുന്ന സമയം രാവിലെ 9 മണിക്കാണ് കുർബാനയുടെ സമയം, അല്ലെങ്കിൽ 7 മണിക്കാണ് കുർബാനയുടെ സമയം. ഞങ്ങൾ വന്നിരിക്കുന്നു, വെളുപ്പിന് 5 മണിക്ക് കുർബാന നടത്തണമെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ വിട്ടുകൊടുക്കോ? അതുപോലെ ഒരു മുസ്ലിം പള്ളിയിൽ പോയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ സമയം വെളുപ്പിന് ഈ സമയത്താണ്, 4 മണിക്കാണ്, അത് 2 മണിക്ക് ഞങ്ങൾക്ക് വേണ്ടി മാറ്റണം എന്ന് പറഞ്ഞാൽ ഒരു കലാപം തന്നെ കേരളത്തിൽ നടക്കും എന്നുള്ളതാണ്. അപ്പോ അത്തരത്തിൽ ഹിന്ദുക്കളുടെ ആചാരത്തിൽ എന്തും കാണിക്കാം, എന്ത് തെമ്മാടിത്തരവും കാണിക്കാം എന്നുള്ള ഒരു CPM-ന്റെ കടന്നുകയറ്റത്തെ തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇത്തരത്തിലുള്ള നടപടികൾ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഹിന്ദു സംഘടനകൾ ഇതിൽ തീർച്ചയായും പ്രതികരിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്.